ജപ്പാനിലൊരു ഫേമസ് കാര്യമാണ് കൺവീനിയൻസ് സ്റ്റോഴ്സിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്മൂതി. അപ്പം ഒരു ദിവസം നടന്ന് ക്ഷീണിച്ച് തളർന്ന് വന്നപ്പം ഈ സ്മൂതി കഴിച്ചൊന്ന് റിഫ്രഷ് ആവാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെ കൺവീനിയൻസ് സ്റ്റോറിൽ പോയി അവിടെ ചെല്ലുമ്പം ഈ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒരു പാക്കേജ്ഡ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ളത് നമുക്ക് എടുക്കാം. ഞങ്ങൾ ബ്ലൂബെറിയാണ് ചൂസ് ചെയ്തത്. അതെടുത്ത് ബില്ല് പേ ചെയ്തതിന് ശേഷം അത് നമ്മുടെ ബ്ലെൻഡിങ് മെഷീനിൽ കൊണ്ടുപോയി അവിടെ ബാർ കോഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പാക്കേജ്, അതിൻ്റെ മുകളിലത്തെ കവർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കും നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഏത് സ്മൂതിയാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ കൊടുക്കുമ്പം അവർ ആ മെഷീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കപ്പ് അകത്തോട്ട് പോവും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ബ്ലെൻഡിങ് പ്രോസസ്സ് നടക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 3 to 4 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ കപ്പ് പിന്നെയും മുമ്പിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേയിൽ ഈ പ്രോസസ്സൊക്കെ കാണിക്കുന്നുണ്ടാവും. അത് സ്റ്റോപ്പായി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കുടിക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കൈ കൊണ്ടൊന്ന് ടച്ച് പോലും ചെയ്യുന്നില്ല. പിന്നെ ഒരു ആഡഡ് പ്രിസർവേറ്റീവ്സോ ഷുഗറോ ഒന്നുമില്ല. അത്രയ്ക്ക് ഫ്രഷ് സ്മൂതിയാണ് നമുക്ക് കിട്ടിയത്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. സ്ട്രോയൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. നമുക്കതിട്ട് കുടിക്കാം. അങ്ങനെ അത് കുടിച്ച് റിഫ്രഷ്ഡ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ബാക്കി ജേണി പോയത്. അപ്പം ജപ്പാനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണിത്. ഇതുപോലെ കൂടുതൽ ജപ്പാൻ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്